അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തേയോങ് ആണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ പരസ്യം വരെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഹോസ്പിറ്റലിൽ ഒരു നല്ല പൊസിഷൻ തേയോങ്ങിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ആഡ് കാണുന്ന ഡോക്ടർ നാം ആണെങ്കിൽ എന്നാലും ഈ തേയോങ് ചെയ്തത് ശരിക്കും തെണ്ടിത്തരല്ലേ, ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ആൾക്ക് ഇങ്ങനെ ഒരു പൊസിഷൻ കിട്ടിയതിൽ എനിക്ക് തീരെ താല്പര്യമില്ല. ഡോക്ടർ ക്യുജോങ് തന്നെയായിരുന്നു ബെറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നേഴ്സ് സോങ് ആണെങ്കിൽ ആഹാ നീ ഡോക്ടർ ക്യുജോങ് എന്ന് ആദ്യമായിട്ട് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത്, എൽസ എന്നാണല്ലോ വിളിക്കാറേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ നാം അവിടെ പറയുന്നുണ്ട് ആൾക്ക് ഇത്തിരി പെർഫെക്ഷൻ കൂടുതലാണെന്നേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്രയും നീറ്റായിട്ട് ചെയ്യണം, അങ്ങനെ വാശി പിടിക്കാറുണ്ട്. പക്ഷെ ആളൊരു പാവാണ്, ലാബിലുള്ള സമയത്ത് എല്ലാ ഡ്യൂട്ടീസും ആൾ ഒറ്റയ്ക്കല്ലേ ചെയ്യാറെന്നൊക്കെ ചോദിക്കുന്നതും ഇതൊക്കെ കേൾക്കുന്ന തേയോങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും പോകുന്നില്ല കേട്ടോ. അങ്ങനെ ക്യുജോങ് വീട്ടിലെത്തുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ഹ്യൂനാണെങ്കിൽ ആ വരച്ച ഫാമിലി ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നെ പ്രിറ്റി ആൻറ്റിയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ ചേച്ചി എന്നാണ് പറയുന്നത്. അറിയാലോ ഹ്യൂനിന് സേന ഭയങ്കര ഇഷ്ടമാണല്ലോ. ക്യുജോങ് ആണെങ്കിലോ അതിനവൾ ഇറ്റലിയിലേക്ക് പോയില്ലേ മോനെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ആൻറ്റി ഇറ്റലിയിലേക്കൊന്നും പോയിട്ടില്ല, അമ്മയും അമ്മൂമ്മയും കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ, ആളാളുടെ അച്ഛൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നതും ഈ ടൈമിലാണ് അമ്മ അങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്താ അമ്മ ഹ്യൂന് പറയുന്നത്, സേ അവളുടെ അച്ഛൻ്റെ കൂടെയാണോ, എന്നിട്ട് എന്താ എന്നോട് പറയാഞ്ഞേ, എന്തിനാ അമ്മ അവളെ തപ്പുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവളെ തപ്പിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ അവളുടെ കാര്യത്തിൽ നമ്മൾ എന്തിനാ ആവശ്യമില്ലാതെ ഇടപെടുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ക്യുജോങ് ആണെങ്കിൽ എന്നാലും അത് ശരിയല്ലല്ലോ, അവൾ ഇതെന്നെ അറിയിക്കേണ്ടതല്ലേ, എന്തുകൊണ്ട് അറിയിച്ചില്ല, ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയുന്ന ടൈമിൽ അമ്മയാണെങ്കിൽ ആവശ്യമില്ലാതെ അവളുടെ കാര്യത്തിൽ കയറി ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇവളാണെങ്കിൽ ഇത് അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ആലോചിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സേ ആണെങ്കിൽ അച്ഛൻ്റെ അടുത്തായിരിക്കും. അവൾ നോക്കിയിട്ട് അവളുടെ ഫോണൊന്നും കാണാനില്ല. അങ്ങോട്ട് വരുന്ന അച്ഛനോട് ഫോൺ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെൻ്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട് മോളെ, ഇപ്പോൾ മോൾ ആരെയും വിളിക്കേണ്ടെന്ന് അച്ഛൻ പറയുന്നതും ആ ടൈമിലാണ് അച്ഛന് വർക്ക് സംബന്ധമായിട്ടൊരു കോള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പോകുന്ന ടൈമിൽ ഇവൾക്കൊരു ഡ്രിങ്ക്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അച്ഛൻ പോയതും ഇവളാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഓണൊക്കെ ആക്കി എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഇവൾക്കൊരു ബോധക്ഷയം ഉണ്ടാകുന്നത്. ബ്ലറായിട്ട് അച്ഛൻ്റെ ഫേസ് ഇവൾ കാണുന്നുണ്ട്. പിന്നീട് ബോധം വരുന്ന ടൈമിൽ അച്ഛൻ പോകാറുള്ള ആ ബേസ്മെൻറ്റിലായിരിക്കും കേട്ടോ ഇവൾ. അച്ഛനാണെങ്കിലും മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ സേഫ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ അച്ഛൻ ഇത്, എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ ചോദിക്കുന്ന ഇവളാണെങ്കിൽ അച്ഛൻ ഒട്ടിച്ചു വെച്ച ആ പിക്ചേഴ്സ് മൊത്തം കാണുന്നുണ്ട്. ഇവളുടെ കിളി പോകുന്നുണ്ട് കേട്ടോ. എന്താ അച്ഛൻ ഇതെന്ന് ചോദിക്കുന്നതും അച്ഛനാണെങ്കിലും ലീഷിൻ്റെ സസ്പെൻഷൻ ആക്കി എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. മോൾക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ കുഴപ്പമില്ല, മോൾ എന്തായാലും കാണേണ്ടതല്ലേ, ലീഷിനെ സസ്പെൻഷൻ ചെയ്തു, മോൾക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ കിളി പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഫോട്ടോസൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നത്. അതായത് അതിൽ പല ഫോട്ടോസും ഇവൾ അച്ഛനെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ്. അതെങ്ങനെ സംഭവിച്ചു അച്ഛാ, നമ്മളപ്പോൾ മുന്നേ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇവൾ അവിടെ ചോദിക്കുന്നതും ആ ടൈമിൽ പാസ്റ്റിലൊരു സീനാണ് കാണിക്കുന്നത്. അതായത് ഇവൾ ഇറ്റലിയിൽ നിന്നും കൊറിയയിലേക്ക് വന്ന സമയത്ത് ഇവർ പണ്ട് താമസിച്ചിരുന്ന ഒരു വീട്ടിലേക്കാണ് ഇവൾ പോകുന്നത്. ഈ വീട് ആകെ മാറി ഇപ്പം നന്നായിട്ട് ചെറുതായ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ മൊത്തം അലങ്കോലായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അവിടെ നിന്നാണ് ലീഗിൻ്റെ മെഡൽ ഇവൾക്ക് കിട്ടുന്നത് കേട്ടോ. അതായത് ഇവൾ സൂക്ഷിച്ചു വെച്ച മെഡലൊന്നും അല്ല അത്. ആണെങ്കിലും ഈ മെഡൽ ആരുടെ ആയിരിക്കും, ചിലപ്പോൾ വല്ല പിള്ളേരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയതായിരിക്കും എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഇവളുടെ സ്ഥിരം ഹോബിയാണല്ലോ. അങ്ങനെ അതുണ്ടാക്കിയതിന് ശേഷം ഇവളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയണേ എന്ന്. പെട്ടെന്നാണ് മെയിൽ ബോക്സിൽ ലീഗിന് വന്ന റീയൂണിയൻ്റെ ഇൻവിറ്റേഷൻ ഇവൾ ശ്രദ്ധിക്കുന്നതും ഇവളാണെങ്കിൽ അത് എടുത്തതിന് ശേഷം ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് 2006, 2007 കാലഘട്ടത്തിലെ റീയൂണിയൻ ആണല്ലോ, അപ്പോൾ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റും, എനിക്ക് ഒരാളെ കണ്ടുപിടിക്കാനായിരുന്നു എന്നൊക്കെ പറയുന്നതും ആ ടൈമിൽ ഇവളുടെ അച്ഛൻ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ട്രേഞ്ചർ ആണെന്ന് കരുതി ഇവളുടെ അച്ഛൻ ഇവളെ കൊല്ലാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ ഇവളാണെങ്കിലും അല്ല, എനിക്ക് ഫ്രണ്ട്സിനെ ആരെയും കാണാനല്ല, എൻ്റെ ബയോളജിക്കലായിട്ടുള്ള ഫാദറിനെ കണ്ടുപിടിക്കാനാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന അച്ഛൻ ഇവളെ കൊല്ലുന്നില്ല. അതായത് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ സ്വന്തം മകളാണെന്ന് ആ ടൈമിൽ അച്ഛൻ തിരിച്ചറിയുന്നുണ്ട്. സേ ആണെങ്കിലും 2006, 2007 കാലഘട്ടത്തിലെന്ന് തോന്നുന്നു ടെന്നീസിൻ്റെ ഒരു മെഡൽ കിട്ടിയിട്ടുണ്ട്, എനിക്കിത് അങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഓണർ അവിടെ ഉണ്ടെങ്കിൽ എനിക്കിത് കൊടുക്കാൻ പറ്റൂലോ എന്നൊക്കെ ചോദിക്കുന്നതും പിന്നീട് ഇവൾ അവിടെ നിന്ന് പോകുന്ന ടൈമിൽ അച്ഛൻ ഇവളെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മഴ പെയ്യുമ്പോൾ ഇവൾ നോക്കുമ്പോൾ അച്ഛൻ ഫോളോ ചെയ്ത് വരുന്നതാണ് കാണുന്നത്. ഇവളാണെങ്കിൽ ഇവളുടെ കയ്യിൽ കൂടെ ആൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളാണെങ്കിൽ ഇത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. പിന്നെ സേയുടെ സ്വഭാവം അറിയാലോ, ഇവൾ ഭയങ്കര പാവായതുകൊണ്ട് തന്നെ ഞാനൊരു ചെറുപ്പക്കാരിയല്ലേ, മഴ പെയ്താൽ എനിക്ക് പെട്ടെന്ന് അസുഖം പിടിക്കത്തില്ല, പക്ഷേ നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് താൻ അന്വേഷിക്കുന്ന അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നത് എന്നറിയാതെ സേയ കൂടെ അച്ഛന് കൊടുത്തിട്ടാണ് അവിടെ നിന്നും ഓടുന്നത് കേട്ടോ. പിന്നീട് ഇവൾ റീയൂണിയന് വരുന്നതും ഈ മെഡൽ ഇവളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അത് കെട്ടിത്തൂക്കാൻ അവിടെ നിന്നും പോകുന്നുണ്ട്. ഈ ടൈമിലാണ് ബാദുക്ക് ലീഗുനെ കാണുന്നതും ആഹാ നീ റീയൂണിയന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നല്ലോ എന്ന് അവിടെ ചോദിക്കുന്നതും ഇവളാണെങ്കിലും ആ ഒരു മെഡൽ കെട്ടിത്തൂക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ലീഷിന് വരുന്നതും. ഇതേ ടൈമിൽ സേയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ സെക്യൂരിറ്റീസ് അച്ഛനെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നില്ല കേട്ടോ. സേയാണെങ്കിലും ലീഷിനെ കാണുന്ന ടൈമിൽ അലറുന്നുണ്ട്. ഇത് ഇവളുടെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ഓടുന്ന ടൈമിലാണ് അങ്ങോട്ട് ലീഗുൻ വരുന്നതും അച്ഛനാണെങ്കിൽ ലീഗുനായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്, പക്ഷെ ശ്രദ്ധിക്കുന്നില്ല. പാർക്കിംഗ് ഏരിയയിൽ എത്തുന്ന ലീഗുനാണെങ്കിൽ ഇവർ കിസ് ചെയ്യുന്നത് കാണുന്നതും ഇവനാകെ തകർന്നു പോകുന്നുണ്ട്. ഇതൊക്കെ
ഇവളുടെ അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട്. സേയുടെ അച്ഛൻ നോക്കുന്ന ടൈമിൽ എന്താ കാണുന്നത്, ഇവള് ലീഷിനിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുന്നതും ദേഷ്യപ്പെടുന്നതൊക്കെയാണ്. ഇത് കാണുമ്പോൾ തൻ്റെ മകളെ ബുള്ളി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ലീഷിനെ ഇപ്പോൾ ആളെ ആക്രമിക്കാനൊക്കെ നോക്കുന്നത് കേട്ടോ. ആ റീയൂണിയൻ്റെ അന്ന് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറേ കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ആകുന്നുണ്ട്. സേയാണെങ്കിലും ആകെ കിളി പോയിട്ട് അച്ഛനെ നോക്കുന്ന ടൈമിൽ എൻ്റെ മകളെ ബുള്ളി ചെയ്യുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല എന്നാണ് കേട്ടോ അച്ഛൻ പറയുന്നത്. പെട്ടെന്നാണ് അച്ഛൻ ക്യുജോങ്ങിന്റെ ഫോട്ടോ അതിൽ ഒട്ടിച്ചിരിക്കുന്നത് ഇവൾ ശ്രദ്ധിക്കുന്നത്. ഇതെന്തിനാ ചേച്ചിയുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നത്, ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ, അവരെന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ മോളെ നീ ഒരു പാവാണ്, നിന്റെ മനസ്സ് നല്ലതാണ്, അതുകൊണ്ട് നിനക്ക് ഇങ്ങനെ ദുഷ്ടമായിട്ടുള്ള ആളുകളെ ഒന്നും കണ്ടാൽ തിരിച്ചറിയത്തില്ല, അവൾ നിന്നോട് റിവെഞ്ച് എടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്ന അച്ഛനോട് റിവെഞ്ചോ, എന്ത് റിവെഞ്ച്, അച്ഛൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിക്കുന്ന സേയോട് അവളുടെ അച്ഛനോടുള്ള പ്രതികാരം എന്ന് പറയുന്നതും ഇവൾക്കാണെങ്കിൽ ഒന്നും കത്തുന്നില്ല കേട്ടോ. അച്ഛനാണെങ്കിൽ മോള് പേടിക്കേണ്ട കേട്ടോ, ഇവിടെ സേഫ് ആണെന്ന് പറഞ്ഞ് ഡോറും ലോക്ക് ചെയ്തു പോകുമ്പോൾ സേയ ശരിക്കും അവിടെ പെട്ടുപോകുന്നുണ്ട്. അതായത് തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് നടന്ന സേയ വലിയ ഒരു ട്രാപ്പിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ലീഗുനാണെങ്കിൽ പതിവ് പോലെ ഫോളോ അപ്പിന് വരുന്നതും ഇവനാണെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ, നേഴ്സ് സോങ്. അപ്പോൾ ഇവനാണെങ്കിൽ ഇതൊരു ഫേക്ക് പെയിൻ ആണെന്ന് അറിയാലോ, അതുകൊണ്ട് ഡോക്ടറെ വിളിക്കേണ്ട എന്ന് പറയുന്നതും ഇവൻ ക്യുജോങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്ന നേഴ്സ് സോങ് ആണെങ്കിൽ ക്യുജോങ് ഡോക്ടറെയാണ് ഉദ്ദേശിച്ചത്, ആൾ ഇവിടെ ഇല്ല, ആൾ റിസൈൻ ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ ഇവൻ എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ. പിന്നീട് ലീഗുൻ പറയുന്നുണ്ട് അതിനിപ്പോൾ എനിക്കെന്താ, അതുമായിട്ട് എനിക്കൊരു റിലേഷനും ഇല്ലല്ലോ എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന നേഴ്സ് സോങ് ആണെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും ദേഷ്യമുണ്ടല്ലേ, പക്ഷേ ആൾ ചെയ്ത കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കരുത്, ഇയാളെ ഈ എക്സ്പെരിമെന്റിന് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ മറ്റൊരാളുണ്ടായിരുന്നു, അതാരാണെന്നറിയോ, വേറെ ആരുമല്ല ഡോക്ടർ ക്യുജോങ് ആണെന്ന് പറയുമ്പോൾ ഇവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. പിന്നെ നേഴ്സ് പറയുന്നുണ്ട് ആളുടെ അച്ഛൻ ഒരു ഫേമസ് ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റ് ആയിരുന്നു, ക്യുജോങ്ങിനെ പോലെ തന്നെ നല്ല പൊസിഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ആളുടെ ഒരു പേഷ്യൻ്റ് തന്നെ ആളെ കുത്തി കൊലപ്പെടുത്തുകയും ഇത് ചെറുപ്പത്തിലുള്ള ക്യുജോങ് നേരിട്ട് കണ്ടതാണ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാളുടെ ഫേസ് ക്യുജോങ്ങിന് ഇതുവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ട്രോമ മാറ്റാൻ പറ്റുമല്ലോ എന്നാണ് ആൾ വിചാരിച്ചത്. ഒരു പക്ഷേ നിങ്ങളും ഇതുപോലത്തെ ഒരു കേസായിട്ട് വന്നപ്പോൾ ആൾക്ക് നിങ്ങളായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും, അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങളിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരിക്കുകയെന്ന് നേഴ്സ് സോങ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ ആ എലി മരിച്ച സമയത്ത് ഇവള് വന്നിട്ട് മിനിസ്റ്ററോട് പറയുന്നുണ്ട് ഇനി ഞാനൊരു മനുഷ്യനിലാണ് പ്രയോഗിക്കാൻ പോകുന്നതെന്ന്, നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ ലീഗുന് ആക്സിഡന്റ് പറ്റിയിട്ടില്ല, അതായത് ഇവളെ തന്നെയാണ് ഇവൾ ഉദ്ദേശിച്ചത്. പിന്നീടാണ് ലീഗുന് ആക്സിഡന്റ് പറ്റുന്നതും ലേഷൻ ഈ എക്സ്പെരിമെന്റ് ലീഗുനിൽ ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സംഭവം ഫസ്റ്റ് എപ്പിസോഡിൽ നടന്നിരുന്നു. എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന ലീഗുനാണെങ്കിൽ എനിക്കിതൊന്നും കേൾക്കേണ്ട, കാരണം ക്യുജോങ് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ലീഗുൻ തിരിച്ച് വീട്ടിലെത്തി നോക്കുമ്പോൾ ലൈറ്റ് ഇടുമ്പോൾ ഇവള് തന്നെ സെറ്റപ്പ് ചെയ്ത ഒരു ലൈറ്റ് ആണ് കേട്ടോ അവിടെ കാണുന്നത്. അതായത് റൂഫിന്റെ മുകളിൽ മൊത്തം ആകാശമാണ് കേട്ടോ കാണാൻ കഴിയുന്നത്. അപ്പം ഇവൻ ആലോചിക്കുന്നത് മുന്നേ ഇവർ വില്ലേജിൽ പോയ സമയത്ത് ഇവൻ പറഞ്ഞിരുന്നു എന്തൊക്കെ ചേഞ്ചസ് വന്നാലും ഈ ആകാശത്തിനൊരു ചേഞ്ചസും വരത്തില്ല എന്ന്. ആ ഒരു കാര്യം ആലോചിക്കുന്നതും പിന്നീട് വിഷമിക്കുന്നതൊക്കെ ആയിട്ടുള്ള ലീഗുനെയാണ് കാണിക്കുന്നത്. കിജോങ് ആണെങ്കിലോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ടൈമിലാണ് ലീഷൻ വിളിക്കുന്നതും തന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല, ഞങ്ങളുടെ ഫാമിലി ഇപ്പോൾ ഒരുപാട് മാറിക്കഴിഞ്ഞു, ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു മീലെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കും, ലീഗുനും ഇപ്പോൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന കിജോങ്ങിന് നല്ല സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ലീഷനാണെങ്കിൽ പിന്നെ സേയുടെ കാര്യം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സേയ ഇറ്റലിയിലേക്കൊന്നും തിരിച്ചു പോയിട്ടില്ല, ആളുടെ അച്ഛനെ കണ്ടുപിടിച്ചു, ആളുടെ കൂടെയാണെന്നൊക്കെ പറയുന്നതും അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ലീഷൻ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ഹോസ്പിറ്റലിലേക്ക് ക്യുജോങ്ങിന്റെ പേരിൽ ഒരു കൊറിയർ വരുന്നതും അപ്പം നേഴ്സ് സോങ് ആണെങ്കിൽ ആ കൊറിയർ ക്യുജോങ്ങിന്റെ റൂമിൽ കൊണ്ടുവെക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അത് ഓപ്പൺ ആകുന്നത് കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ സേയാണെങ്കിലും ആ റൂമിൽ പെട്ടുപോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇവളാണെങ്കിൽ എന്നാലും ഞാൻ കാരണം ചേച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുന്നത് അച്ഛൻ എന്ത് റിവെഞ്ചിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ഇനി ഒരു പക്ഷേ ചേച്ചിയുടെ അച്ഛൻ എങ്ങാനും എൻ്റെ അച്ഛനാണോ എന്ന് ആലോചിച്ച് ഇവളാകെ ടെൻഷൻ അടിക്കുന്നതും ഇതേ ടൈമിൽ തന്നെ സേയുടെ അച്ഛൻ ക്യുജോങ്ങിനെ ഫോളോ ചെയ്യുന്നതുമാണ് കേട്ടോ കാണിക്കുന്നത്. പെട്ടെന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരു കീ താഴെ വീഴുന്ന ടൈമിൽ ഇത് ശ്രദ്ധിക്കുന്ന ക്യുജോങ് ആണെങ്കിൽ ദേ കീ വീണു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളാണെങ്കിലും പെട്ടെന്ന് പോകാനൊക്കെയാണ് ശ്രമിക്കുന്നത്. ക്യുജോങ് ആണെങ്കിലും ആ കീ എടുത്ത ആളുടെ കയ്യിൽ കൊടുക്കുന്നതും ആ ടൈമിൽ കറക്റ്റ് അമ്മ വരുന്ന ടൈമിൽ ക്യുജോങ് അങ്ങ് രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. ഇയാളാണെങ്കിലും ആ കീ അങ്ങ് വലിച്ചിട്ട് അവിടെ നിന്നും പോകുന്നതും അമ്മയാണെങ്കിൽ എന്താ മോളെ എന്താ എത്ര ലേറ്റ് ആയി എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കൊള്ളാം, ഞാൻ മുന്നിൽ ലേറ്റ് ആവാറില്ലേ, എന്തിനപ്പോൾ പേടിക്കുന്നതെന്നൊക്കെയാണ് കേട്ടോ ഇവൾ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അമ്മയാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അമ്മ വന്നതുകൊണ്ട് ഇവള് രക്ഷപ്പെടുന്നുണ്ട്. ലീഷനാണെങ്കിൽ ലോക്കറിൽ ലീഗുന്റെ മെഡൽ ഉണ്ടായിരിക്കുമല്ലോ, അത് ചേട്ടൻ എടുത്ത് കൊടുക്കുന്നതും ഇത് ചേട്ടൻ്റെ ഫസ്റ്റ് ലവ് കാത്ത് സൂക്ഷിച്ച മെഡലാണ്, ഫസ്റ്റ് ലവ് ആരാണെന്ന് അറിയണ്ടേ, ശരിക്കും അവളോട് നന്ദി പറയേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ നീ ക്യുജോങ്ങിനെ പറ്റി ഇങ്ങനെയൊന്നും പാടി പുകഴ്ത്തേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ലീഗുനോട് ഞാൻ ചേട്ടൻ്റെ ഫസ്റ്റ് ലവിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, അല്ലാതെ ക്യുജോങ്ങിനെയല്ല, ഫസ്റ്റ് ലവ് ആരാണെന്ന് ചേട്ടൻ അറിയണ്ടേ, ചേട്ടനെ അറിയാവുന്ന ഒരാൾ തന്നെയാണെന്ന് ലീഷൻ പറയുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നീട് ലീഗുനോട് ഇവനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ.
എന്നാലും എൻ്റെ ഫസ്റ്റ് ലവ് അത് സേ ആയിരുന്നു എന്ന് ലീഗുൻ ആലോചിക്കുന്നതും. എന്നാൽ ഇവൻ എത്രയൊക്കെ ആലോചിക്കാൻ ശ്രമിക്കുമ്പോഴും പണ്ടത്തെ ക്യുജോങ്ങിനെയാണ് കേട്ടോ ഇവന് മനസ്സിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവനാണെങ്കിലും എല്ലാ മെമ്മറീസും തിരിച്ചു വന്നു, കുറേ മെമ്മറീസ് മാഞ്ഞു പോയി. എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും ക്യുജോങ്ങിനെ തന്നെ പണ്ടത്തെ ആ ഒരു വിഷനിൽ കാണാൻ കഴിയുന്നതെന്ന് ആലോചിച്ച് ഇവനാകെ വിഷമിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതായത് ഇവൻ ഇപ്പോൾ ക്യുജോങ്ങിനോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. ആ ദേഷ്യം മാറിയിട്ട് പണ്ടത്തെ പോലെ ഇവരെപ്പോഴാണ് സെറ്റ് ആവുക, അതുപോലെ ആ മെഡലിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. സോ ഇതൊക്കെ ബാക്കി വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.